ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. സൂപ്പർ ടേസ്റ്റോട് ഇത് നിങ്ങൾ മിസ്സാക്കണ്ട, എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. ഇത് എല്ലാവർക്കും ആക്കും പോലത്തെ ഒരു സ്നാക്ക് ആയിട്ട് ഈസി ആയിട്ടാക്കാം. പിന്നെ അതേപോലെ എല്ലാവരും എപ്പോഴും ഇക്കറി ഐറ്റംസുമേ ആവും. നിങ്ങൾ ഇതിക്ക് എക്സ്ട്രാ എന്തോ സ്പെഷ്യൽ ആയിട്ട് എന്തോ വേണ്ടിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റോട് നിങ്ങൾ ഇത് ഒരിക്കൽ ട്രൈ ആക്കിയെങ്കിൽ പിന്നെ ആക്കിക്കൊണ്ടിരിക്കുക. അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഞങ്ങൾ എപ്പോഴും ചിക്കൻ വെച്ചിട്ട് ആക്കുക, വെജ് വെച്ചിട്ടുള്ള സ്നാക്സ് ആക്കുക. ഇന്ന് ഞങ്ങൾക്ക് ഫിഷ് വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് ഞങ്ങൾ ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര മീൻ എടുത്തത്. അപ്പോൾ ഇത് വലിയ മീൻ, ഇത് വലിയ ടൈപ്പുള്ള മീൻ കിട്ടുമെങ്കിൽ അതിനല്ലേ അത് എടുക്കുക. അതെല്ലാം എനിക്ക് സാധാ അയിലുണ്ടല്ലോ, അയില മീൻ എടുത്തെങ്കിത്ത് അയിലത്തിൽ വലിയ അയിലെല്ലാം പണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വലിയ അയിലെല്ലാം ഞങ്ങൾ ഇതാക്കി എടുക്കുക, അയില മീനിലും ആക്കുക. അപ്പോൾ ഇത് ഹാമൂർ മീൻ. അപ്പോൾ ഇതിക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുക. എത്ര നിങ്ങൾക്ക് വേണോ അതുക്ക് പിന്നെ എത്ര നിങ്ങൾ മീൻ എടുത്തെങ്കിത്ത്. അപ്പോൾ ഇതിക്ക് മഞ്ഞളുടെ പൊടി, അതേപോലെ ഉപ്പ്, തെൽമുളക് പൊടി, ലെമൺ ജ്യൂസ്, പിന്നെ തില്ല ഓയിലും വെച്ചിട്ട് ഇത് നല്ല മിക്സ് ആക്കിയിട്ട് ഇത് മസാല തേച്ചിട്ട് ഒരു അര ഗಂಟೆ ഇത് റെസ്റ്റ് വെക്കണം. അര ഗಂಟೆ അതിനെക്കാട്ടി അര ടൈം ബേക്കറിയും നല്ലമേ, ഒരു ഗಂಟೆಲ್ಲ ബേക്കറിയും നല്ലമേ. പിന്നെ മസാല പൗഡറിൽ നിങ്ങൾ നോക്കിയാലോ, നിങ്ങൾ മീൻ എത്ര ഉണ്ട് ಅದಕ್ಕೆ ಬೇನೆ എത്ര നിങ്ങൾ ഇട്ട് കൊടുക്കുമോ. നമുക്ക് കറക്റ്റായിട്ട് ഒരു അളവ് ഇതിൽ നിന്നൊന്നുമില്ല. മീൻ എത്ര ഉണ്ട് ಅದಕ್ಕೆ ಬೇನೆ എത്ര ഇട്ട് ചുമ്മ മസാല പൗഡറും വേണ്ട, ഇത്രയും വേണം. അപ്പോൾ ഇതൂടെ ഒരു അര ഗಂಟೆ നടുവ് റെസ്റ്റ് വയ്ക്കുക. അര ഗಂಟೆ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കണം. അതിപ്പോൾ ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാതല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ പാനിൽ വെച്ചിട്ട് സാധാരണ മീനെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കുക, അതേപോലെ ഫ്രൈ ആക്കി എടുത്തിങ്ങിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ആക്കിയിട്ട് എടുക്കുക. അതിൽ പിന്നെ ഇതിക്ക് മസാലയ്ക്ക് പിന്നെ ഇതാ തേങ്ങ തെല്ല് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതാ ഇത്ര തേങ്ങ എടുത്തേ, ഒരു കപ്പിടെ എത്ര തേങ്ങ ഉണ്ട് അതിൽ പിന്നെ തെല്ല് ഇഞ്ചി ഒരു 3 പീസ് ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തേ. പിന്നെ 1 ടീസ്പൂൺ 1-1.25 ടീസ്പൂൺ പച്ചപ്പൊടി സൊപ്പ് ചെറിയ സ്പൂണിലോ അത്ര ഇട്ടെങ്കിട്ട്. പിന്നെ തെല്ല് മുളക് പൊടി ഇത് ഇട്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. തണ്ണി വിത്തണ്ട, പിന്നെ ചുമ അരയും തീരാം, എല്ലാം ഒന്ന് പൊടിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തെങ്കിട്ട്. അപ്പോൾ ഇതുകൂടെ ഒരു സൈഡിലേക്കിട്ട് ഇത് ഞങ്ങൾ മസാലയ്ക്ക് മെയിനായിട്ടുള്ളത്. അതിൽ പിന്നെ ഇതിക്ക് പിന്നെ അരിപ്പൊടി ഞാനിവിടെ ഇത് 10 പൊടി 2 കപ്പ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്നാക്സ് പിന്നെ എത്ര അത് എടുത്തെങ്കിട്ട്. അതിൽ പിന്നെ ഉപ്പ്. ഇനിയിപ്പോൾ നല്ല ചൂട് തണ്ണി വിത്തിട്ട് ഇത് നല്ല കുഴച്ചെടുക്കണം. ഞങ്ങൾ ഇതിക്ക് ഇപ്പോൾ ഈ ഒരു അരിയുടെ പൊടിക്ക് നല്ല പയക്ക തണ്ണി വേണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന 10 പൊടിക്കെല്ലാം എങ്ങനെ തണ്ണി എടുക്കാറ് ഗൊന്തിക്കറല്ല, അതുപോലെ നിങ്ങൾ എടുത്തെങ്കിട്ട് എത്ര തണ്ണി വേണം അവിടെ ഉണ്ടല്ല. അപ്പോൾ ഇതിക്ക് ഒന്നുകും 1.5 കപ്പ് എത്ര തണ്ണി, ഇത് 1.5 കപ്പ് തെല്ലി തണ്ണി വേണം അവിടെ ഇതിക്ക്. അപ്പോൾ അത് തണ്ണി വിത്തിട്ട് ഇത് നല്ല ഒന്ന് സാധാരണ ഇങ്ങനെ കുഴച്ചെടുക്കുക ഗൊന്തുണ്ടല്ലോ, അതേപോലെ നിങ്ങൾ ആക്കിയെടുത്തെങ്കിട്ട് തണ്ണിയെല്ലാം നിങ്ങൾ ചൂടും അതെല്ലാം നിങ്ങൾ ഗൊന്തിക്കറല്ല നിങ്ങളെ അരിയുടെ പൊടിക്കെല്ലാം എങ്ങനെ ഉണ്ട് അതേപോലെ ആക്കിയെടുത്തെങ്കിട്ട്. അപ്പോൾ ഇത് പെട്ടു ഇതാ റെഡി ആയിട്ട് ഇത് ഒരു സൈഡിലേക്കിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ മസാല റെഡിയാക്കാം. അപ്പോൾ മീൻ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തേ. മസാല പാനിക്ക് നിങ്ങൾ തിൽ ഓയിൽ ബീത്തിട്ട് ഒരു മീഡിയം സൈസിൽ 3 നീരുള്ളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ തിൽ ബേച്ചൊപ്പ്. പച്ചമുളക് ബേച്ചൊപ്പെല്ലാം ഇത് ഇങ്ങനെ പൊടിയായിട്ട് കട്ടാക്കുറോ. അപ്പോൾ ഇതൊന്ന് നല്ല കായിട്ട് ബേച്ചൊപ്പെല്ലാം ഇതിക്ക് നല്ല തില്ലിയാറിയിട്ടിരിങ്ങ നല്ല ടേസ്റ്റ് ആവും. പിന്നെ അതുപോലെ മസാലക്ക് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പെല്ലാം ചുമ ഞങ്ങൾ മീനുക്ക് ഉപ്പിട്ടാ, പിന്നെ 10 പൊടിക്ക് ഞങ്ങൾ ഉപ്പിട്ട് അതെല്ലാം നോക്കിയുള്ളൂ, ചുമ ഉപ്പിടണ്ട, കറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുറു. പിന്നെ ഇതാ നീരുള്ളി തെല്ല് കായിട്ട് തെല്ല് കാഞ്ഞിട്ട് പണ്ടല്ലേ നല്ല ഇതാ പാതി കാഞ്ഞിൽ പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അത് ഒരു ടീസ്പൂൺ എത്ര മതിയാവും, ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മതിയാവും, ചുമ വേണ്ട. അതും ഇട്ടിടത്തിൽ ഇത് നല്ല കായണം. ഇതിൽ ഇഞ്ചി വെള്ളുള്ളി പച്ചമണെല്ലാം പോകണം. നീരുള്ളത്തിൽ കാഞ്ഞിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ബാക്കി മസാല പൗഡർ ഇട്ടിങ്ങിട്ട് ഇതിക്ക് ചുമ മസാല പൗഡർ എന്ത് വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇതാ നീരുള്ളി കാഞ്ഞിട്ട് വന്നിട്ട് അതിൽ പച്ചമണെല്ലാം പോയി ഇഞ്ചി വെള്ളുള്ളി. അതിൽ പിന്നെ തിൽ മഞ്ഞളുടെ പൊടി, അതുപോലെ തിൽ മുളക് പൊടി, ഗരം മസാലയുടെ പൊടി ഇത്രമേയോ. ബാക്കി ഞങ്ങൾ മീനുകളെല്ലാം ഞങ്ങൾ ഇട്ടല്ലേ മസാല. അപ്പോൾ ഈ ടൈമിൽ ചുമ ഇട്ടേ വേണ്ട, ചുമ വേണ്ട, തെല്ലുമേയോ. ഗരം മസാല ഒരു 1/2-3/4 ടീസ്പൂൺ അത്ര ഗരം മസാലയുടെ പൊടിയിടാം. അപ്പോൾ അതിട്ടിട്ട് ഒന്ന് അടിമേലാക്കി ഞങ്ങൾ ഇപ്പോൾ പൊടിച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇതിക്കിടണം. തേങ്ങ ഇട്ടിട്ട് തെല്ലിനറി ഇതിൽ ചന്തൊന്ന് അടിമേലാക്കണം. തെല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ചല്ലോ, തെല്ല് നല്ല ഒന്ന് അടിമേലാക്കിയിട്ട് ബാക്കി ഞങ്ങൾ ഇത് മീനുണ്ടല്ലോ, മീൻ ഫ്രൈ ആക്കിയത് അതിൽ മുള്ളെല്ലാം എടുത്ത് നിങ്ങൾ ഇപ്പോൾ അയില മീനെല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചന്ത മുള്ളെല്ലാം എടുത്തോളണം. ഏത് മീനായെങ്കിൽ ഇപ്പോൾ വലിയ മീനിൽ ചുമ മുള്ളിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏത് മീൻ എടുക്കണമെങ്കിൽ അത് മുള്ളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അതിൽ ഇറച്ചി മാത്രം ഇതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മീൻ ഇതാ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ ചുമ മീൻ ഇത് മുള്ളില്ലാത്ത. അപ്പോൾ ഇത് ഞങ്ങൾ ഇതിക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. അയില മീൻ ടൈം മുള്ളിക്കറ്. അപ്പോൾ മുള്ളെല്ലാം എടുത്തോളണം. ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് സാധാരണ ഞങ്ങൾ എണ്ണയെല്ലാം ഫ്രൈ ആക്കറല്ലേ, അങ്ങനെ ആക്കിയിട്ട് അതിൽ മുള്ളെല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് ചന്ത ഇതൊന്ന് ഇങ്ങനെ പൊടിയാക്കി കൊടുക്കണം. മീൻ ഇതിൽ ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതിൽ. അപ്പോൾ ഈ ഒരു മസാലയിൽ ഇപ്പോൾ തീ ഞങ്ങൾ ഈ ടൈമിൽ തെല്ല് ചെറിയാക്കി വെച്ചെങ്കിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ നല്ല ഇതിൽ ചന്ത ഇതിൽ ഞങ്ങൾ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിക്ക് കാട്ടിയ മസാല പിന്നെ തേങ്ങ ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതിൽ കാട്ടി ചുമ എല്ലാം വേണ്ട, ഇത്രമേയോ. അപ്പോൾ ഇത് നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് കൊത്തമ്പരി ചുപ്പെല്ലാം ഇട്ട് കൊടുക്കണം.
അപ്പോൾ കൊത്തമല്ലി സൊപ്പ് ഇതാ ഇട്ട് കൊടുത്തിട്ട് കൊത്തമല്ലി സൊപ്പ് ഇതിനെക്കാട്ടി ಯಾರು ഇടാം ಯಾರು നല്ല മേടും അപ്പോൾ ഇത് ഇട്ട് കൊത്തമല്ലി സൊപ്പ് ഇട്ടിട്ട് നല്ല അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഓഫാക്കാം ഇത് ആയിത്തൂടെ മസാല റെഡി ആയിട്ട് ഇത്ര മേവും ചെന്ത ഒന്ന് മിക്സ് ആക്കിയാൽ പിന്നെ അപ്പോൾ നിങ്ങൾ മസാല ഇതാ റെഡി ആയിട്ട് കണ്ടല്ലോ നിങ്ങൾക്ക് മസാല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല നിങ്ങൾ കാണുമ്പോൾ തോന്നും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഇട്ടിട്ട് അപ്പോൾ ഇതായിത്തൂടെ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പിട്ട് ഞങ്ങൾ മിക്സ് ആക്കി കൊലിച്ച് വെച്ചറല്ലേ അപ്പോൾ ഇത് ഞങ്ങൾ ഇത് മൂടി ഓപ്പണിൽ വെക്കുത്തില്ല പിട്ട് കൊലിച്ച് ഞങ്ങൾ മൂടി വെക്കണം മൂടി ഓപ്പണിൽ വെച്ച് അതിങ്ങനെ മേലെ ഡ്രൈ പോലെ ആവിടും അപ്പോൾ അത് കൊണ്ടിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അരിയുടെ പൊടിയിലാക്കറെങ്കിൽ പൊടിയിലാക്കുക അതല്ലെങ്കിൽ അരച്ചിട്ടാക്കറെങ്കിൽ അതും ആവും അരി അരച്ചിട്ടും ഞങ്ങൾ ഇതാക്കിയെടുക്കുക അതും നല്ല മേവിടും അരി അരച്ചിട്ടാക്കറെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയില്ല ഏതും ആവും അപ്പോൾ ഇത് ഞങ്ങൾ ഇതുപോലെ തെലുപ്പിലൊന്ന് പരത്തിയിരിക്കുന്നു ഇത് പരത്തുമ്പോൾ ചുമ തെലുപ്പാവുതീര പിന്നെ ചുമതെല്ലാം അവിടത്തും വേണ്ട ചുമ തെലുപ്പായ സ്ഥലത്ത് ഞങ്ങൾ ಬೇಪಾಟ್ರಲ್ಲ അപ്പോൾ ഞങ്ങൾ പൊട്ടുறது പിന്നെ ഇതെല്ലാം എങ്കിൽ തിന്നോക അത്ര നല്ലവല്ല അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെറിയ തെല്ല് മസാല വെച്ചിട്ട് ഇതിനെക്കാട്ടി ചെറിയ സൈസിലാക്കുറെങ്കിൽ അങ്ങനെ ആക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ആക്കുറെങ്കിൽ ഇത് ചുമ വലുതും അല്ല ചുമ ചെറുതും അല്ല മീഡിയം സൈസിൽ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ഉദ്ദത്തിലാക്കറെങ്കിൽ ഉദ്ദത്തിലാക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട പോലെ ഞങ്ങൾ പിണ്ട പോലെ എല്ലാം ആക്കറല്ലേ അങ്ങനെ ആക്കറെങ്കിൽ അതും ആവും എങ്ങനെ ആവും അപ്പോൾ ഇതേപോലെ എല്ലാം ഞങ്ങൾ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് സ്റ്റീം ആക്കിയിട്ട് എടുക്കണം ഇത് ಬೇಪಾಟಿയിട്ട് എടുക്കണം അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ടായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഇഡ്ലിയുടെ അടുത്തിൽ ഞങ്ങൾ തണ്ണി വെച്ചിട്ട് ഞങ്ങൾ സാധാരണ പിണ്ടെല്ലാം ഇങ്ങനെ സ്റ്റീം ആക്കി എടുക്കുക അതേപോലെ നിങ്ങൾ സ്റ്റീം ആക്കി എടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ಬೇക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇഡ്ലിയുടെ അടുത്തിൽ ചെറിയ ഇട ഇത് അപ്പോൾ ചുമ ഇങ്ങനെ മേലെ മേലെ ಬೇക്കണം ഞാനിപ്പോൾ ഇത് എല്ലാം ഇതിൽ ಬೇಕಿಲ್ಲ കൊറിയ ബാക്കി ಬೇಕಿರೆ ചുമ മേലെ മേലെ വെച്ച് ഞങ്ങൾ ഇത് ಬೇಪಾട്ടുമ്പോഴത്തേക്ക് ഇത് കീൽ ಬೇಕರಲ್ಲ ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ചിലപ്പോൾ പൊട്ടിയിട്ട് പോകുന്നതെല്ലാം ചാൻസ് ഇരിക്കും ഞങ്ങൾ ഇത് അരിയുടെ പൊടിയിലാക്കുന്നത് കൊണ്ടിട്ടോ അപ്പോൾ ഒന്നിലൊന്ന് പത്തി പിടിക്കുക അങ്ങനെയെല്ലാം ചാൻസ് ഇരിക്കും അപ്പോൾ അത് കൊണ്ടിട്ട് ചുമ മേലെ മേലെ ಬೇಕണ്ട ഇതും ഇപ്പോൾ എൻ്റെ ചെന്ന പോലെ ഇഡ്ലിയുടെ അടുത്തിൽ ചെറിയ ഇട ഇത് അപ്പോൾ വലിയ ഇടത്തിൽ ഞങ്ങൾ തില്ല് ഇങ്ങനെ ചുമ മേലെ മേലെ ಬೇಕಂಡು അങ്ങനെ ಬೇಪಾಟಿ എടുക്കുറോ അതിൽ പിന്നെ മസാല ഇത്ര മസാല ബാക്കിയത് തില്ല് പിട്ട് കൊറടിയാര് അപ്പോൾ ജണ്ട് കപ്പിലല്ല ജണ്ട് കപ്പും ഒരു തില്ല് എക്സ്ട്രാ എടുത്തിട്ടും കറക്റ്റ് ആവുന്നത് തില്ല് ഒരു 4-5 ഇത് സ്നാക്സുകൾ മസാല ബാക്കിയാര് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് വേറൊരു പാത്രത്തിൽ തില്ല് മുളക് പൊടി അതേപോലെ മഞ്ഞളുടെ പൊടി ഗരം മസാല തില്ല് ഉപ്പ് ഇട്ടിട്ട് തണ്ണി ಬಿಟ್ಟಿട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ അത് വെന്തിട്ട് വരുമ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ಇದಕ್ಕೆ ಬೇರೆ ಮಸಾಲೆ ഒന്നും വേണ്ട ഇത്രയും മസാല മതിയാവും തെല്ല് തണ്ണി വിറ്റ് തെല്ല് ലൂസ് ആവണം ചുമ ഗട്ടി വേണ്ട അപ്പോൾ ഇത് ഞങ്ങൾ ഇതിൽ ഡിപ്പാക്കി ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് ഇട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതൂടെ വെന്തിട്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വെന്തിട്ട് വേണ്ടല്ലോ വെന്തിട്ട് ഞങ്ങൾ അപ്പമേ ഇത് എടുക്കത്തില്ല ചൂടോടെ എടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ടൈമിൽ ചൂട് തണ്ണിയാൽ പിന്നെ ഇത് ഗട്ടിയാവും ഇത് അപ്പോൾ ഇത് ഇപ്പമേ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മെത്തനായിട്ടിരിക്കുക അരിയുടെ പൊടിയിലാക്കിയത് കൊണ്ടിട്ട് അപ്പോൾ ഇത് ചൂടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയാൽ പിന്നെ എടുത്തെങ്ങത്ത് അതുവേ ഞാൻ കീൽ വെച്ചതെല്ലാം തില്ലിങ്ങനെ പൊട്ടി പോലെ ഇരുന്ന കാട്ടുறது അതിൽ മസാല തിൽ പറുത്ത് വന്നിട്ട് അങ്ങനെയെല്ലാം ഇട് അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ചൂട് തണ്ണിയാൽ പിന്നെ എടുക്കണം അപ്പോൾ ഞങ്ങൾ ഇതുപോലെ നല്ല ഇപ്പോൾ ഇത് ഗട്ടിയാര് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മസാല റെഡി ആക്കി വെച്ചിട്ടില്ല അതിൽ ഡിപ്പാക്കിയിട്ട് ഞങ്ങൾ ഇത് തില്ലിങ്ങനെ പാനിൽ തില്ല് ഓയിൽ വെച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കില്ലെങ്കിൽ അങ്ങനെമേ തിന്നിടുമെങ്കിൽ അങ്ങനെമേ തിന്നാം അതിനെക്കാട്ടി ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവിടും അപ്പോൾ അത് കൊണ്ടിട്ട് അപ്പോൾ ഇത് തേങ്ങ ഒന്നും കണ്ടേ തേങ്ങ എണ്ണയില്ല കുറപ്പം നല്ല ആവിടും അപ്പോൾ ഇതിൽ ഇത് വെച്ചിട്ട് ഞങ്ങൾ മീനെല്ലാം ഇങ്ങനെ ഇതാക്കുക അതേപോലെ എല്ലാ സൈഡും ഒന്ന് ജസ്റ്റ് കാഞ്ഞിട്ട് വന്നെങ്കിൽ മതി അതുപോലെ ആക്കിയിട്ട് എടുക്കറോ എല്ലാം ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം പിന്നെ ഇത്ര മസാലയെല്ലാം ഇത് എത്ര സ്നാക്സ് ആയിട്ട് കിട്ടുന്നത് ഞാൻ ചൊല്ലുறேன் ഞാൻ പിന്നെ ഇത് നച്ചൊന്നല്ല ഞങ്ങൾ ഇപ്പോൾ ചുമ മേലെ മേലെ വെച്ചിട്ട് സ്റ്റീം ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുകയെല്ലാം ചാൻസ് ഇരിക്കും പിന്നെ ചൂടോടെ എടുക്കണ്ട ഞാനിപ്പോൾ നോമ്പ് തുറക്കിற അർജൻറ്റിൽ ഇത് കീഴിലതെല്ലാം ചൂടിന്ത് അപ്പോൾ ചൂടോടെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നിലൊന്ന് അത് പത്തി പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിരുന്ന എല്ലാം നിങ്ങൾ എടുക്കണം ഇതിപ്പോൾ അരിയുടെ പൊടിയിലാക്കും മാത്രം അരി അരച്ചിട്ടാക്കുമ്പോൾ ഇങ്ങനെ വന്നില്ല കറക്റ്റായിട്ട് കിട്ടും ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഇത് സ്റ്റീം ആക്കുമ്പോൾ തെല്ല് അകാലത്തെ ഇടത്തിൽ വെച്ചിട്ട് സ്റ്റീം ആക്കി എടുത്തെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങൾ ഗൊന്താവ് വേണ്ടിയിട്ട് കാട്ടിയേ അപ്പോൾ ഇങ്ങനെ ആക്കണ്ട അപ്പോൾ ഇത് ആയിത്തൂടെ ഇത് എടുക്കണം ഞാൻ കണ്ടല്ലേ ഇങ്ങനെ ആക്കി എല്ലാം ഇങ്ങനെ ആക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ഇത്ര മസാലയിൽ നിങ്ങൾ ഇപ്പോൾ ഇത്ര മസാല ആക്കിയല്ല ഒരു മസാലയിൽ നിങ്ങൾ ഒരു 35 to 40 ഇത് സ്നാക്സ് ആക്കിയിട്ട് എടുക്കണം ഞങ്ങൾക്ക് ഇത്ര മസാലയിൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു അരിയുടെ പൊടി ഞങ്ങൾ ജണ്ട് കപ്പ് അരിയുടെ പൊടി എടുത്തില്ല അതിൽ ഞങ്ങൾക്ക് 32 സ്നാക്സ് ആക്കിയിട്ട് എടുത്തേ ഇതിപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടി ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ഒരു 50 സ്നാക്സ് എല്ലാം ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു അന്തജിൽ ഞങ്ങൾ ഒരു 40 ഞങ്ങൾ ഇത് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കിയാലേ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇഫ്താർ സ്നാക്ക് കൂടെ റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ആണെങ്കിൽ ഇത് മിസ്സാക്കണ്ട 100% എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഇത് ആക്കുകയും ഈസി നോക്കിയാലല്ലേ ചുമ വേറെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണ്ടിയില്ല നല്ല ടേസ്റ്റോടും വലിയ മീനേ വേണ്ടിയില്ല നിങ്ങൾ ഇപ്പോൾ അയില മീനിലും ഇതേപോലെ ആക്കിയെടുക്കുക അതും നല്ല മേടും അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ ഒരു നോമ്പ് തുറക്കുമ്പോൾ ഈ സ്നാക്സ് ആക്കുறீங்க ഞങ്ങൾ സ്നാക്സ് ആയിട്ടും നാസ്ത ആയിട്ടും ഇതേ മേടിച്ചു നിങ്ങൾ അരിയുടെ പൊടി ആയതുകൊണ്ടോ ഞങ്ങൾ അരി ആയതുകൊണ്ട് ബയർ ഫുൾ ആവിടും ಬೇರೆ ಎಕ್ಸ್ಟ್ರಾ ನಾಷ್ಟ ಎಂದು ಬೇನಿಟ್ಟಿಲ್ಲ ಜಂಡು ಸ್ನಾಕ್ಸ್ ಆಯಿತು ನಾಷ್ಟ ಆಯಿತು ಇದೇ ಮೇಡು അപ്പോൾ നിങ്ങൾ ആക്കി നോക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എൻ്റെ വീഡിയോ നിങ്ങൾ
നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കില്ല ഇഷ്ടമെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും